നമസ്കാരം. വിസ്ഡം ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഐ ആം സുനിത, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം, HSS ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. വേറൊന്നുമല്ല, ഉറക്കം. ഉറക്കം ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായി ലഭിക്കേണ്ട ഒരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. 6 മുതൽ 8 മണിക്കൂർ വരെ ദിവസവും നമ്മൾ ഉറങ്ങണം. അതിൽ കൂടുതൽ നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന് വിശ്രമത്തെക്കാളേറെ മടിയും അലസതയുമൊക്കെ ഉണ്ടാവാൻ കാരണമാകും. ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കാരണം നേരത്തെ കിടന്നുറങ്ങുന്ന പ്രവണത ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉറങ്ങാത്തത് കൊണ്ട് നേരത്തെ എഴുന്നേൽക്കാനും സാധിക്കാറില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനത്തിനായി മാറ്റിവെക്കേണ്ട വളരെയേറെ വിലപ്പെട്ട സമയമാണ് രാവിലെ എന്ന് പറയുന്നത്. നാളെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, പഠിക്കണം എന്നൊക്കെ വിചാരിച്ചായിരിക്കും പലരും കിടന്നുറങ്ങുക. പക്ഷേ ഇങ്ങനെ വിചാരിച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നതല്ലാതെ എഴുന്നേൽക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. വേഗം ഉണരാനായി അലാറമൊക്കെ സെറ്റ് ചെയ്ത് കിടക്കും. രാവിലെ അലാറം അടിക്കുമ്പോൾ ഒന്നുകിൽ സ്നൂസ് ചെയ്യും, അല്ലെങ്കിൽ അലാറം ഓഫ് ചെയ്ത് വീണ്ടും കിടക്കും. ഒരു സ്ട്രോങ് ആയ സ്വപ്നം, ആ സ്വപ്നം എന്ന് പറയുന്നതാണ് നമ്മുടെ ഭാവി, ഫ്യൂച്ചർ. സാധാരണ 4-5 മണിക്കൂർ എടുത്ത് പഠിക്കേണ്ടുന്ന ഒരു കാര്യം അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുകയാണെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കും. ഞാൻ നാളെ ഇത്ര മണിക്ക് എഴുന്നേൽക്കും എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. രാത്രി തന്നെ നാളെ പഠിക്കാനുള്ള വിഷയം ഏതാണ്, ചാപ്റ്റർ ഏതാണ് എന്നൊക്കെ തീരുമാനിച്ചു വയ്ക്കുക. എപ്പോഴും 7 മണിക്ക് ഉണരുന്ന ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ 4 മണിക്ക് ഉണരാനോ പഠിക്കാനോ സാധിച്ചെന്ന് വരില്ല. പക്ഷേ മെല്ലെ മെല്ലെ അത് ശീലമാക്കാൻ സാധിക്കും. നേരത്തെ എഴുന്നേൽക്കാൻ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ്. പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ കരിയറിൽ ശോഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിലാദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത് അമിതമായ ഉറക്കത്തെ തന്നെയാണ്. പക്ഷേ നമ്മുടെ വേണ്ടത്ര ഉറക്കം അല്ലെങ്കിൽ വിശ്രമം ലഭിച്ചിട്ടില്ലെങ്കിൽ അധ്യാപകർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉറക്കം തൂങ്ങി ഇരിക്കേണ്ടി വരും. രാത്രി മതിയായ ഉറക്കം ലഭിക്കുകയാണെങ്കിൽ പകൽ സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. 21 ദിവസം തുടർച്ചയായി ഒരേ ടൈമിൽ നമ്മൾ ഉണരുകയാണ് എങ്കിൽ 22ാമത്തെ ദിവസം ഒരു അലാറത്തിൻ്റെയും ആവശ്യമില്ലാതെ നമുക്ക് എഴുന്നേൽക്കുവാൻ സാധിക്കും. ഇപ്പം നമ്മുടെ കോളേജിൽ നിന്ന് ഒരു ടൂർ പോവുകയാണെന്നിരിക്കട്ടെ. 6 മണിക്ക് കോളേജിലെത്തണം. നിങ്ങളുടെ മനസ്സിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാളെ 6 മണിക്ക് കോളേജിലെത്തണം, 4 മണിക്ക് എഴുന്നേറ്റ് റെഡി ആവണം എന്നൊക്കെയുള്ള ചിന്ത വളരെ സ്ട്രോങ് ആയി ഉണ്ടാവും. അലാറം 4 മണിക്ക് സെറ്റ് ചെയ്ത് വെച്ച് കിടന്നാൽ തന്നെ അലാറം അടിക്കുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് ടൈമിൽ നിങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കൊരു ശക്തമായ വേക്കപ്പ് റീസൺ ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ എഴുന്നേറ്റത്. അതുപോലെ പഠിക്കണമെന്ന തീരുമാനവും സ്ട്രോങ് ആയി ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും കറക്റ്റ് ടൈമിൽ ഉണർന്നിരിക്കും. എന്തായാലും വിജയിച്ചവരിൽ 99% പേർ രാവിലെ എന്ന ആ ഒരു സമയത്തെ ഭംഗിയായി വിനിയോഗിച്ചവരാണ്. നിങ്ങളും അതുപോലെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.